ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എത്ര കഴിച്ചാലും മതിയറിയാത്ത അടിപൊളി ടേസ്റ്റിൽ നമുക്കൊരു ആപ്പിൾ ഷേക്ക് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും, അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം. ഇതുണ്ടാക്കാൻ എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. ഇതിനായിട്ട് ഞാൻ 2 ആപ്പിൾ എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 7 ബദാം പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേറൊക്കെ അളവ് കൂട്ടിയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. ഒരു 5 ഏത്തപ്പഴം വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് അതും പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ അണ്ടിപ്പരിപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട്, വേറെ നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കുതിർത്തിയിട്ട് അതും പാടെ ചേർത്ത് എടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഞാൻ പാല് കട്ടാക്കിയിട്ട് ഒന്ന് കുത്തിയടിച്ചിട്ട് അതും പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഐസ് ക്യൂബ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട്, നല്ല കട്ടിക്ക് അടിക്കേണ്ടവർക്ക് ഈ വെള്ളം ഒഴിക്കാതെ തന്നെ അടിക്കുന്നവരുണ്ട്. കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. നമുക്കിത് ഗ്ലാസ്സിലേക്ക് സേവ് ചെയ്യാം. ഇപ്പം നമ്മൾ അടിപൊളി ഷേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ചൂടത്ത് ഈ ഒരു ഗ്ലാസ് കുടിച്ചാൽ നമ്മുടെ ക്ഷീണവും വിശപ്പും ഒക്കെ മാറും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ നട്ട്സോ, ഞാൻ ബദാം പരിപ്പും കുറച്ച് ആപ്പിളിൻ്റെ കഷ്ണങ്ങളൊക്കെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേറെ നട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒന്ന് മുകളിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടിപൊളി ഷേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.